അതെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഉപ്പുമാവാണ്. അതിനാവശ്യമുള്ള പച്ചക്കറികൾ എടുത്തു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, സവാള, മത്തൻ, പച്ചമുളക്, കറിവേപ്പില. ഓക്കെ, ഇനി നമുക്ക് അതിനാവശ്യമായ റവ എടുത്ത് വയ്ക്കാം. റോസ്റ്റഡ് റവയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. 1/2 കിലോയാണ് കണക്കാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കടുക് താളിക്കാനുള്ള ഉഴുന്നുപരിപ്പ് റെഡിയായിട്ട് വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക്, ആവശ്യത്തിന് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉഴുന്ന് പരിപ്പില്ലേ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഒരു ചെറിയ ബ്രൗൺ കളർ ആവും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഉഴുന്നും കടുകും എല്ലാം കൂടി ഒന്ന് ചെറിയൊരു റോസ്റ്റ് ആവും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചതച്ച മുളക് 1 സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനനുസരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതൊരു മൂടി വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കാം. മൂടി തുറന്നിട്ടൊന്ന് നോക്കുക, വെന്തോന്ന് നോക്കിയതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഇനി മൂടി വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് 1 സ്പൂൺ നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് പരുവാവുന്ന വെജിറ്റബിളെല്ലാം വെന്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളത്തിലേക്ക് നന്നായിട്ട് ഈ റവ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇളക്കിയിട്ട് വേണം കേട്ടോ റവ ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ റോസ്റ്റഡ് റവ അതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കുക. ഇളക്കുന്നതിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കണം. അത്രയേ ഉള്ളൂ ഉപ്പുമാവിൻ്റെ വേവ് വരുന്നത്. ഉപ്പുമാവിൻ്റെ റവ വെന്തതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാനുണ്ട്. അതുകൊണ്ടൊന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് കട്ടി എല്ലാം ഉടച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ വെള്ളം വറ്റുന്നവരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെള്ളം എല്ലാം തോന്നുമ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ടും. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.